സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ. തുന്ദ്ര ടൈഗ മേഖലകൾ, മിതോഷ്ണ കിഴക്കൻ അതിർത്തി കാലാവസ്ഥാ വിഭാഗം, ഉഷ്ണമരുപ്രദേശം എന്നീ കാലാവസ്ഥാ മേഖലകൾ കാണപ്പെടുന്ന വൻകര താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വടക്കേ അമേരിക്ക. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകുന്ന ഉഷ്ണജല പ്രവാഹം ഏതാണ്? ഉത്തരം ബ്രസീൽ പ്രവാഹം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. താഴെ പറയുന്നവയിൽ ഭൂമി മലിനീകരണത്തിന്റെ ശരിയായ കാരണങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാം പദ്ധതികളാണ് ഇന്റഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറഞ്ഞു വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ 1 ഡിഗ്രി. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. സ്തംഭങ്ങൾ രൂപപ്പെടുന്നത് ചുവടെ നൽകിയിരിക്കുന്ന ഏത് അപർദന സഹായിയുടെ പ്രവർത്തനം മൂലമാണ്? ഉത്തരം തിരമാലകൾ. ചുവടെ പറയുന്നവയിൽ ഭൂമി മലിനീകരണത്തിന്റെ ശരിയായ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും. ചുവടെയുള്ള സൂചനകളിൽ നിന്ന് രാജ്യത്തെ തിരിച്ചറിയുക. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ രാജ്യം, ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതങ്ങളിലൊന്നായ ടേബിൾ പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം, വജ്രഖനിയായ കിംബർലി സ്ഥിതി ചെയ്യുന്ന രാജ്യം, സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ഉത്തരം ദക്ഷിണാഫ്രിക്ക. കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്ര പുറന്തോടിന്റെ പ്രാഥമിക ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ബസാൾട്ടും ഗാബ്രോയും. ഭൂമിയുടെ പുറന്തോടും മാൻഡലും തമ്മിലുള്ള പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്ന ഭൂകമ്പ അതിർത്തി ഏതാണ്?
ഉത്തരം മൊഹറോവിസിക് വിച്ഛിന്നത. മാൻഡിലും പുറക്കാമും തമ്മിലുള്ള അതിർത്തിയിലെ ഏകദേശ താപനില പരിധി എത്രയാണ്? ഉത്തരം 1000 മുതൽ 2000 ഡിഗ്രി സെൽഷ്യസ് വരെയും. ഭൂമിയുടെ ലിത്തോസ്ഫിയറിനുള്ളിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തിന് പ്രാഥമികമായി ഉത്തരവാദി ഏത് പ്രതിഭാസമാണ്? ഉത്തരം സംവഹന പ്രവാഹങ്ങൾ. ഭൂമിയുടെ പുറം കാമ്പിലെ ഇരുമ്പിന്റെയും നിക്കലിന്റെയും ഏകദേശ ശതമാനം എത്രയാണ്? ഉത്തരം 90% ഇരുമ്പ്, 10% നിക്കൽ. ലിത്തോസ്ഫിയർ എന്നത് ഭൂമിയുടെ പുറംതോടും മാൻഡിലിന്റെ മുകൾ ഭാഗവും അടങ്ങുന്ന പുറംപാളിയാണ്. ലിത്തോസ്ഫിയറിനെ സംബന്ധിച്ച ഏറ്റവും കൃത്യമായ വിശദീകരണം നൽകുന്ന പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രധാനമായും നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, വാതകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ ജീവനെ പിന്തുണയ്ക്കുന്നതിന് സുപ്രധാനമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രാഥമികമായി കാരണം ഏത് വാതകമാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി കാണപ്പെടുന്നു. ഇത് ഭൂമിയുടെ ഉപരിതലത്തെ ഹാനികരമായ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉത്തരം ഹാനികരമായ UV വികിരണം ആഗിരണം ചെയ്യുകയും ഫിൽറ്റർ ചെയ്യുകയും ചെയ്യുന്നു. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മീസോസ്ഫിയറിന്റെ സവിശേഷത ഉയരം കൂടുന്തോറും താപനില കുറയുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉൽക്കാശിലകൾ കത്തുന്ന പാളിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മീസോസ്ഫിയറിന്റെ ഉയർന്ന പരിധി എന്താണ്? ഉത്തരം മീസോപാസ്. അയോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന വൈദ്യുത ചാർജുള്ള കണങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് തെർമോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുകയും ദീർഘദൂര ആശയവിനിമയം സുഗമമാക്കുകയും ചെയ്യുന്നു. തെർമോസ്ഫിയറിനെ മറ്റ് അന്തരീക്ഷ പാളികളിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലെ പാളിയായ എക്സോസ്ഫിയറിന്റെ സവിശേഷത എന്താണ്? ഉത്തരം ഓപ്ഷൻ സി. ബഹിരാകാശവുമായി ക്രമാനുഗതമായ ലയനം. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഒരു വേരിയബിൾ വാതക രൂപമാണ് നീരാവി. ഉയരത്തിനനുസരിച്ച് സാന്ദ്രത കുറയുകയും ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ജലബാഷ്പം എന്ത് പങ്കാണ് വഹിക്കുന്നത്? ഉത്തരം ഹരിതഗൃഹ വാതകമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി എത്ര ഋതുക്കൾ തിരിച്ചിട്ടുണ്ട്? ഉത്തരം 6. വസന്തകാലം മാർച്ച് മുതൽ ഏപ്രിൽ വരെ. എങ്കിൽ ശരത്കാലം എന്താണ്? ഉത്തരം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ.
ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭൂമിയുടെ ഭാഗം. ഉത്തരം ശിലാമണ്ഡലം. താഴെ പറയുന്നവയിൽ തരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. കാലികവാദങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഉത്തരം ധ്രുവീയക്കാറ്റ്. ചുവടെ പറയുന്നവയിൽ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? ചൊവ്വാഴ്ച പുലർച്ചെ 2:30. ചുവടെ പറയുന്നവയിൽ ഭൂമിയിലെ ഏത് പ്രദേശത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ഡോൾഡ്രം? ഉത്തരം ഭൂമധ്യരേഖ. ഓസോൺ ശോഷണത്തിന് കാരണമാവുന്ന ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? ഉത്തരം മോൺട്രിയൽ പ്രോട്ടോകോൾ. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് എന്താണ്? ഉത്തരം കൃഷിയിടങ്ങൾ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ലക്നൗ സന്ധി ഒപ്പുവെച്ച വർഷം? ഉത്തരം 1916. താഴെ പറയുന്നവയെ ഭഗത് സിംഗ് സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം നവജവാൻ ഭാരത് സഭ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ INC സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ജയ്പൂർ. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ എന്ന പത്രം ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1942. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. സായുധ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന വനിത? ഉത്തരം കൽപ്പന ദത്ത. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഖേദ സത്യാഗ്രഹം. 1956 നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം?
ഉത്തരം 14. ഏത് സമാജം സ്ഥാപിതമായ നഗരം? ഉത്തരം മദ്രാസ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ഏതാണ്? ഉത്തരം 1911. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. താഴെ പറയുന്നവയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആശയം ഏതാണ്? ഉത്തരം ജാതി, വർഗം, നിറം, ദേശവ്യത്യാസമില്ലാതെ സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക. ദ ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം പണ്ഡിത രമാഭായ്. താഴെ പറയുന്നവയിൽ ഏത് നിയമത്തെയാണ് ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുകൾ ഉള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. കാക്കോരെ ട്രെയിൻ കവർച്ച നടന്ന വർഷം? ഉത്തരം 1925. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മഹാത്മാഗാന്ധി നിയമബിരുദം നേടിയത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ബ്രിട്ടൻ. നെഹ്റു മന്ത്രിസഭയ്ക്കെതിരെ ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ആചാര്യ കൃപലാനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം? ഉത്തരം 1773 റെഗുലേറ്റിംഗ് നിയമം. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ 1928 നടത്തിയ സമരം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ബർദോളി സമരം. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാകില്ല. ബംഗാൾ വിഭജനത്തിനെതിരായ സമരത്തിൽ മുഴങ്ങിയ ഈ മുദ്രാവാക്യം ആരുടേതായിരുന്നു? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. താഴെ തന്നിട്ടുള്ളവയിൽ ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ നടക്കാത്ത സംഭവം ഏതാണ്? ഉത്തരം മൂന്നാം വട്ടമേശ സമ്മേളനം. സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ?
ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഗാന്ധിജി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഏത് സംഭവത്തിന് മുന്നോടിയായാണ്? ഉത്തരം നിസ്സഹരണ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രമേയമാക്കി ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം ജോസഫ് നോയൽ പേറ്റൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം രാജാറാം മോഹൻ റോയ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ജ്യോതിബ ഫുലെ. കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വിദേശി ആരാണ്? ഉത്തരം ജോർജ് യൂൾ. സ്വരാജ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു. 1857 കലാപത്തെ നാനാ സാഹിബ്, താന്തിയ തോപ്പി എന്നിവർ നയിച്ചത് എവിടെയാണ്? ഉത്തരം കാൺപൂർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വിളംബരം നടന്ന വർഷം? ഉത്തരം 1858. കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ 1916 സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ലക്നൗ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി. കേരളത്തിൽ കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ ബി രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം. ഉത്തരം തിരുവനന്തപുരം. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. കോട്ടയ്ക്കൽ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊല്ലം. OV വിജയന്റെ ഗുരുസാഗരത്തിൽ പരാമർശിക്കുന്ന നദി? ഉത്തരം തൂതപ്പുഴ. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. കുതിരാൻ തുരങ്കം ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പാലക്കാടും തൃശൂരും. കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ഏതാണ്? ഉത്തരം പ്രതീക്ഷ. ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം നീണ്ടകര. ദേശീയ ജലപാത 4 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം കാക്കിനട മുതൽ പുതുച്ചേരി വരെ. വനവൽക്കരണ പദ്ധതിയുടെ ഫലമായി നീരൊഴുക്ക് വീണ്ടെടുത്ത കേരളത്തിലെ നദി ഏതാണ്? ഉത്തരം കൊടങ്ങരപ്പള്ളം പുഴ. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് ഏത് മാസമാണ്? ഉത്തരം മാർച്ച്. താഴെ കൊടുത്തിരിക്കുന്ന അക്കങ്ങൾ ഉപയോഗിച്ച് 8 ഉൾപ്പെടുന്ന എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഉത്തരം ഓപ്ഷൻ സി 11. പ്ലിന്ത്, പ്ലേസ്, പ്ലോവർ, പ്ലെനറി എന്നീ വാക്കുകൾ നിഘണ്ടുവിലേതുപോലെ ക്രമീകരിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്ലോവർ ആണ് അവസാനം വരുന്ന വാക്ക്. 738, 429, 156, 273, 894 എന്നീ സംഖ്യകൾ വിപരീത ക്രമത്തിൽ എഴുതിയാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ സംഖ്യയുടെ അവസാനത്തെ അക്കം എന്താണ്? ഉത്തരം 7. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക.
ഉത്തരം ഓപ്ഷൻ ബി. ഒരാൾ സാധനങ്ങൾക്ക് 20% വില കൂട്ടി നിശ്ചയിച്ച ശേഷം 10% ഡിസ്കൗണ്ട് അനുവദിക്കുന്നു എങ്കിൽ അയാൾക്ക് എത്ര ശതമാനം ലാഭം കിട്ടും? ഉത്തരം 8%. ബിയും സിയും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ടും സിയും എയും കൂടി അതേ ജോലി 8 ദിവസം കൊണ്ടും 3 പേരും കൂടി 6 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ എയും ബിയും കൂടി എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും? ഉത്തരം 8 ദിവസം. രണ്ടു പേരുടെ ഇപ്പോഴത്തെ പ്രായങ്ങൾ 36, 50 എന്നിങ്ങനെയാണ്. ഇനി എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ പ്രായങ്ങൾ 3:4 എന്ന അംശബന്ധത്തിലാകും? ഉത്തരം 6 വർഷം. അജുവിന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ് മോഹൻ. പ്രേം രേവതിയുടെ മകനാണ്. രേവതി അജുവിന്റെ അമ്മുമ്മയും വിനോദിന്റെ അമ്മയുമാണ്. പ്രവീൺ നീലമയുടെ അച്ഛനും മോഹന്റെ അപ്പൂപ്പനുമാണ്. രേവതി പ്രവീണിന്റെ ഭാര്യയാണ്. പ്രവീണിന്റെ ഏക മകളാണ് നീലിമ. എങ്കിൽ മോഹനും രേവതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം ചെറുമകൻ. 14,000 രൂപ 2 ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം 12% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ പലിശയായി 1,272 രൂപ ലഭിച്ചു എങ്കിൽ മാറ്റിവെച്ച തുക എത്രയാണ്? ഉത്തരം 9,000 രൂപ. എയും ബിക്കും കൂടി 188 രൂപ കൈവശമുണ്ട്. ഇതിനേക്കാൾ 101 രൂപ കുറവാണ് സിയുടെ പക്കൽ. സിയുടെ കൈവശമുള്ളതിനേക്കാൾ 23 രൂപ കൂടുതലുണ്ട് ബിയുടെ പക്കൽ. എങ്കിൽ എയുടെ കയ്യിലുള്ള തുക എത്രയാണ്? ഉത്തരം 78. 731 = 5, 476 = 3, 504 = 9 ആയാൽ 177 എത്രയാണ്? ഉത്തരം 1. രാവിലെ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഒരാൾ 3 തവണ 90 ഡിഗ്രി വീതം ഇടത്തോട്ട് തിരിയുകയും വീണ്ടും 4 തവണ അതേ രീതിയിൽ വലത്തോട്ട് തിരിയുകയും ചെയ്യുന്നു. ഏത് ദിശയിലായിരിക്കും അയാൾ ഇപ്പോൾ നിൽക്കുക? ഉത്തരം തെക്ക്. കണ്ണാടിയിൽ ക്ലോക്കിലെ സമയം 6:30 എന്ന് കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ശരിയായ സമയം എത്രയായിരിക്കും? ഉത്തരം 5:30. താഴെ പറയുന്നവയിൽ വിട്ടുപോയ സംഖ്യ ഏതാണ്? ഉത്തരം 2520. 2 കാറുകൾ ഒരു സ്ഥലത്തു നിന്നും വിപരീത ദിശയിലേക്ക് 70 കിലോമീറ്റർ വേഗത്തിലും 50 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ ഈ കാറുകൾ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആകാൻ എത്ര സമയമെടുക്കും? ഉത്തരം 30 മിനിറ്റ്. ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളുടെ 6 വർഷം മുൻപുള്ള ശരാശരി വയസ്സ് 36 ആണെങ്കിൽ 6 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ശരാശരി വയസ്സ് എത്രയാണ്?
ഉത്തരം 48. ഒരു കച്ചവടക്കാരൻ 80 പന്തുകൾ വിറ്റപ്പോൾ 20 പന്തുകളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭശതമാനം എത്രയാണ്? ഉത്തരം 25%. 60 ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും 2:1 എന്ന അംശബന്ധത്തിൽ ചേർത്തിരിക്കുന്നു. എത്ര ലിറ്റർ വെള്ളം കൂടിയൊഴിച്ചാൽ 1:2 അംശബന്ധത്തിലാകും? ഉത്തരം 60 ലിറ്റർ. അർദ്ധഗോളാകൃതിയായ ഒരു പാത്രത്തിൽ 3 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഇരട്ടി വ്യാസമുള്ള മറ്റൊരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കാം? ഉത്തരം 24 ലിറ്റർ. ഒരു ഓഫീസിലെ ആകെ ജീവനക്കാരുടെ ശരാശരി ദിവസ വരുമാനം 400 രൂപ. 30 പേരുടെ ശരാശരി ദിവസ വരുമാനം 320 രൂപ. ബാക്കിയുള്ളവരുടെ ശരാശരി വരുമാനം 448 ആയാൽ ഓഫീസിൽ ആകെ എത്ര ജീവനക്കാരാണ് ഉള്ളത്? ഉത്തരം 80. 2 - 2 = 2. 4 - 4 = 12. 6 - 6 = 30. അങ്ങനെയെങ്കിൽ 8 - 8 = എത്രയാണ്? ഉത്തരം 56. ഒരു വ്യാപാരി സൈക്കിളിന്റെ വില 30% വർദ്ധിപ്പിച്ചതിന് ശേഷം 30% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത്? ഉത്തരം 9% നഷ്ടം. 10 പുരുഷന്മാരോ 18 സ്ത്രീകളോ ഒരു ജോലി 38 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ 6 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഉത്തരം 30. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിലോടുന്ന 240 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ഉത്തരം 12 സെക്കൻഡ്. 10 സെന്റിമീറ്റർ ആരവും 15 സെന്റിമീറ്റർ ഉയരവുമുള്ള വൃത്ത സ്തംഭത്തെ ഉരുക്കി 5 സെന്റിമീറ്റർ ആരവും 5 സെന്റിമീറ്റർ ഉയരമുള്ള എത്ര വൃത്തസ്തൂപികൾ നിർമ്മിക്കാം? ഉത്തരം 36. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഏക മകൻ എന്റെ ഭാര്യയുടെ സഹോദരനാണ്. ആ സ്ത്രീ ആ പുരുഷന്റെ ഭാര്യയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം അമ്മായി. 10, 18, 45, 109. അടുത്ത സംഖ്യ ഏതാണ്? ഉത്തരം 234. സമാന ബന്ധം കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ എ. തെക്ക് ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരാൾ ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ നടക്കുകയും തുടർന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നതിനു ശേഷം അയാൾ പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിഞ്ഞ് 10 കിലോമീറ്റർ നടക്കുന്നു എങ്കിൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും അയാൾ ഇപ്പോൾ എത്ര ദൂരം അകലെയാണ്?
ഉത്തരം 5 കിലോമീറ്റർ. നഫിയ ഒരു ബാങ്കിൽ 15,000 രൂപ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു. 2 വർഷം കൊണ്ട് 1,650 രൂപ പലിശ ലഭിച്ചാൽ പലിശ നിരക്ക് എത്രയാണ്? ഉത്തരം 5.5%. ഒരു ക്ലാസ്സിൽ പ്രജിത്തിന്റെ റാങ്ക് മുന്നിൽ നിന്നും 17-മതും പിന്നിൽ നിന്ന് 28-മതുമാണ്. എങ്കിൽ വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 44. ഒരു ക്ലോക്കിലെ സമയം 11:50 ആണ്. ഒരു കണ്ണാടിയിലെ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എന്താണ്? ഉത്തരം 12:10. -3, 3, 13, 27, 45 എങ്കിൽ അടുത്ത സംഖ്യ ഏതാണ്? ഉത്തരം 67. ഒരു സമചതുരത്തിന്റെ വശങ്ങൾ ഇരട്ടിപ്പിച്ചാൽ അതിന്റെ വിസ്തീർണത്തിനുണ്ടാകുന്ന മാറ്റം. ഉത്തരം 6 ഇരട്ടിയാകും. ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക 100 ആയാൽ തുടർന്നുള്ള 10 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? ഉത്തരം 300. ഒരു മുറിയുടെ നീളം വീതിയുടെ 2.5 മടങ്ങാണ്. മുറിയുടെ ചുറ്റളവ് 70 മീറ്റർ ആണെങ്കിൽ അതിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മീറ്റർ ആണ്? ഉത്തരം 200. പ്രവീൺ വീട്ടിൽ നിന്നും പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ നടന്ന ശേഷം ഇടത്തോട്ട് 3 കിലോമീറ്റർ നടക്കുകയും അവിടെ നിന്ന് വീണ്ടും 2 കിലോമീറ്റർ ഇടത്തോട്ട് നടക്കുകയും ചെയ്തു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. എന്നാൽ പ്രവീൺ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? ഉത്തരം 10 കിലോമീറ്റർ. ഗണേഷിനെ നോക്കി ഗീത പറഞ്ഞു, അവൻ എന്റെ അമ്മാവന്റെ ഏക സഹോദരിയുടെ ഭർത്താവിന്റെ മകനാണ്. എങ്കിൽ ഗണേഷിന്റെ ആരായിരിക്കും ഗീത? ഉത്തരം സഹോദരി. 4,70,572 എന്ന സംഖ്യയിൽ 7ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം ഡാഷ് ആണ്. ഉത്തരം 69,930. രണ്ടിലൊന്നിനും 3-2 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ ഏതാണ്? ഉത്തരം 5-3. ഒരു തുക 10 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയായാൽ പലിശ നിരക്ക് എത്രയാണ്? ഉത്തരം 10%. ഒരു സംഖ്യയുടെ 80%തോട് 40 കൂട്ടിയാൽ 100 കിട്ടുമെങ്കിൽ സംഖ്യ ഏതാണ്? ഉത്തരം 75. ഒരു കോഡ് അനുസരിച്ച് A=3, C=9, E=15 ആണെങ്കിൽ ആ കോഡ് അനുസരിച്ച് ബാഗ് എന്നത് എങ്ങനെ എഴുതാം?
ഉത്തരം 6321. എയുടെ മക്കളാണ് ബിയും സിയും. സി ഡിയുടെ അമ്മാവനും ഇ ഡിയുടെ അച്ഛനുമാണ്. ഡിയുടെ ആരാണ് ബി? ഉത്തരം ഓപ്ഷൻ സി അമ്മ. പി തന്റെ വീട്ടിൽ നിന്നും 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്ററും സഞ്ചരിച്ചു. പി ഇപ്പോൾ വീട്ടിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? ഉത്തരം 10 കിലോമീറ്റർ. വാച്ചിൽ സമയം 5 മണിയാവുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ഡാഷ് ആയിരിക്കും. ഉത്തരം 150 ഡിഗ്രി. ഒരു സാധനം 6.34% ലാഭത്തിനാണ് വിറ്റുകൊണ്ടിരുന്നത്. 10.84% ലാഭത്തിൽ വിറ്റിരുന്നു എങ്കിൽ 2250 രൂപ അധികം ലഭിക്കുമായിരുന്നു. എങ്കിൽ സാധനത്തിന്റെ വാങ്ങിയ വില എന്തായിരിക്കും? ഉത്തരം 50,000 രൂപ. എക്സിന്റെ 5% വൈയുടെ 20% തുല്യമാണെങ്കിൽ x/y എത്രയായിരിക്കും? ഉത്തരം 4:1. 76 മിഠായികൾ അർച്ചന, മഞ്ജിമ, നന്ദന എന്നിവർക്കായി നൽകി. അർച്ചന, മഞ്ജിമ എന്നിവർക്ക് ലഭിച്ച മിഠായികളുടെ അംശബന്ധം 1:2ഉം മഞ്ജിമ, നന്ദന എന്നിവർക്ക് ലഭിച്ച മിഠായികളുടെ അംശബന്ധം 3:5ഉമായിരുന്നു. എങ്കിൽ നന്ദനയ്ക്ക് എത്ര മിഠായികൾ കിട്ടിയിട്ടുണ്ടാകും? ഉത്തരം 40. ഒരു മീറ്റിംഗിൽ 55 പേർ പങ്കെടുത്തിരുന്നു. ഇവർ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്തദാനം നടന്നിട്ടുണ്ടാകും? ഉത്തരം 1485. ഒരു ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം 30% വർദ്ധിപ്പിക്കുകയും വശത്തിലേക്കുള്ള ഉന്നതി 30% കുറയ്ക്കുകയും ചെയ്താൽ ത്രികോണത്തിന്റെ പരപ്പളവിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഉത്തരം ത്രികോണത്തിന്റെ പരപ്പളവ് 9% കുറയും. 16 ആളുകൾ 24 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 8 ആളുകൾ ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരും? ഉത്തരം 48. ഒരു ക്യൂബിന്റെ വ്യാപ്തം 216 ഘന സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ആകെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? ഉത്തരം 216. ഒരു പൈപ്പ് തുറന്നാൽ 20 മിനിറ്റ് കൊണ്ടും രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറന്നാൽ 30 മിനിറ്റ് കൊണ്ടും ഒരു ടാങ്ക് നിറയും. രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മിനിറ്റ് സമയം കൊണ്ട് ടാങ്ക് നിറയും? ഉത്തരം 12. വൃത്താകൃതിയിലുള്ള ഒരു പാർക്കിന്റെ ചുറ്റളവ് 3768 മീറ്റർ ആണ്. എങ്കിൽ അതിന്റെ പരിധിയിൽ നിന്ന് കേന്ദ്രത്തിലേക്കുള്ള അകലം എത്ര മീറ്റർ ആണ്? ഉത്തരം 600. രണ്ട് സംഖ്യകളുടെ ചെറു പൊതുഗുണിതം 320ഉം വൻ പൊതുഘടകം 32ഉം ആണ്.
ഒരു സംഖ്യ 160 ആണെങ്കിൽ മറ്റേ സംഖ്യ എത്രയായിരിക്കും? ഉത്തരം 64. 2401 ജനുവരി 3 ഏത് ദിവസമായിരിക്കും? ഉത്തരം ബുധൻ. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് 3960 രൂപയായും 6 വർഷം കൊണ്ട് 4440 രൂപയായും മാറുന്നു എങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? ഉത്തരം 8%. ഒരു സംഖ്യയുടെ 3/4 ഭാഗം ആ സംഖ്യയുടെ പകുതിയേക്കാൾ 6 കൂടുതലാണ്. എന്നാൽ സംഖ്യ ഏതാണ്? ഉത്തരം 24. ഒരു ട്രെയിനിന്റെ വേഗം 42.5 km/h ആണ്. 36 മിനിറ്റിൽ ആ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? ഉത്തരം 27,500 മീറ്റർ. 185, 195, 205 -985 എന്ന സംഖ്യാശ്രേണിയുടെ ശരാശരി എത്രയാണ്? ഉത്തരം 585.